എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കോട്ടയം സ്റ്റൈൽ പിടിയും കോഴിക്കറിയുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം കുറച്ച് ചെറിയ ഉള്ളിയും, അതായത് ഒരു 8 ഉള്ളിയും, ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും, അരമുറി തേങ്ങയും, പിന്നെ ചെറിയ ജീരകം അതും ഒരു ടീസ്പൂൺ. ഇത്രയും സാധനം എടുത്ത് മിക്സിക്കകത്തിട്ടൊന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമ്മളത് ചതച്ചിട്ട് ഈ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അകത്ത് ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ അത് ഒഴിച്ച് തിളപ്പിച്ചിട്ട്, എന്നിട്ട് അതൊഴിച്ചാണ് നമ്മൾ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 2 കപ്പ് പൊടിയാണ്. ആ പൊടിക്കകത്തോട്ട് നമ്മൾ ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചൂടോടെ തന്നെ ഒഴിച്ച് കുഴയ്ക്കണം. അപ്പോൾ വറുത്ത പൊടിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേശ്ശെ പൊഴിച്ച് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കണം. വെള്ളത്തിൽ നമ്മൾ ഓൾറെഡി തേങ്ങാപ്പീര ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളതിങ്ങനെ നന്നായിട്ട് ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം നന്നായിട്ട്. ഓക്കെ, ആദ്യം തവിയും കൊണ്ട് ഇളക്കി ചൂട് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടി അങ്ങനെ ആക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ബോൾസായിട്ട് ഒരേ സൈസിൽ ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബോൾസ് ഉണ്ടാക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം, നമ്മൾ ആദ്യം തിളപ്പിച്ച വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട്, 2ാം പാൽ മതി കേട്ടോ, ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് ഈ ബോൾസ് ഇട്ട് കൊടുക്കണം. വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഈ ബോൾസിൻ്റെ മേളിൽ കിടക്കാനുള്ള വെള്ളം വേണം. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ച് അതൊന്ന് തിളയ്ക്കുന്ന വരെ അടച്ച് വെച്ചേക്കണം. കണ്ടോ, അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒന്ന് സൈഡ് കൂട്ടി ഇളക്കി കൊടുക്കാം. പൊട്ടിപ്പോകാതെ പതുക്കെ ഒന്ന് ഇളക്കി നോക്കണം. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് കണ്ടോ, നമ്മൾ ഈ സൈഡ് കൂട്ടി ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇനി ബോൾസ് അങ്ങനെ പൊട്ടത്തില്ല, എല്ലാം ഓൾറെഡി വെന്ത് തുടങ്ങി, അത് കാരണം ഇനി അത് പൊട്ടത്തില്ല. അപ്പോൾ അതിങ്ങനെ കുറുകി ഈ പരുവത്തിലാകും. അപ്പോൾ നമ്മൾ വെള്ളം കൂടിപ്പോയാൽ അതിന് ഓപ്ഷനുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഈ പൊടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി. ആ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ല എങ്കിൽ കുറുകി കുറച്ച് കഴിയുമ്പോഴത്തേനും പറ്റി വരും. അത് പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ്, പറ്റിയെങ്കിൽ കുഴപ്പമില്ല, പൊടി കലക്കി ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തേങ്ങാപ്പാൽ 2ാം പാൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് 1ാം പാലും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നമ്മൾ തീ ഓഫാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ തന്നെ അതിൻ്റെ നല്ല ഫ്ലേവറും മണവും എല്ലാം കൂടി കിട്ടുള്ളൂ. കണ്ടോ, ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പിടി റെഡിയായി. തീയും ഓഫാക്കി നമ്മൾ വെച്ച്. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ അടിപൊളി പിടി സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ കൺസിസ്റ്റൻസി നിൽക്കും. തണുത്ത് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി കുറുകി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ നല്ല തനി നാടൻ കോട്ടയം സ്റ്റൈൽ പിടി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഫേസ്ബുക്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ടുള്ള ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കാം. നാടൻ ചിക്കൻ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അല്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് കേട്ടോ. നാടൻ ചിക്കനാണ് നല്ലത്, ഇതിൻ്റെ കോമ്പിനേഷൻ നാടൻ ചിക്കനാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ടൊരു ഉരുളി അടുപ്പിലോട്ട് വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇച്ചിരി പച്ചമുളകും സവോളയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നോടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കരിയാതെ. അത്യാവശ്യം ബ്രൗൺ കളറാകണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ സാധനം. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇപ്പം അത്യാവശ്യം വഴണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി അതിലോട്ടിട്ട് കൊടുത്തേ. അപ്പോൾ തക്കാളിയും കൂടി ഒന്ന് അത്യാവശ്യം വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ മസാലയ്ക്കുള്ളത് തേങ്ങ വറുത്തരച്ച് ചേർക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ അടുപ്പിൽ വെച്ച് അത്യാവശ്യം ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും പൊടികളും കൂടി അതിനകത്ത് ഇട്ടിട്ട് ഒരുമിച്ച് അരയ്ക്കുവാണേ. അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരകം ഏലക്കായും കൂടി ഞാൻ പൊടിച്ച് വെച്ചേക്കണാണ്. അതും 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനം അതിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത്ര സാധനം കൂടി ഇട്ടൊന്ന് ജസ്റ്റ് തീ കുറച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം പൊടികളെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേനും നമുക്കതൊന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് അരച്ചെടുക്കാം. അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാവേ. ചിക്കൻ ഇട്ടൊന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒരു 5 മിനിറ്റ്. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിരുന്ന മസാല ഇതിലോട്ട് ഇടുവാണേ. അപ്പോൾ ഈ മസാല നമ്മൾ ഇതിലോട്ടിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേകാൻ വെക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി കുറുകി നല്ല അടിപൊളി വറുത്തരച്ച കറി റെഡിയാകുവേ. കണ്ടോ, കുറുകി വരുന്നുണ്ട് കറി. ഇതിന് കുറച്ച് ചാറ് വേണം, എന്നാലും ഒത്തിരി ചാറ് വേണ്ട. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചെടുക്കുക. ഒരു 3 മിനിറ്റും കൂടി നമുക്ക് വെക്കാം. കണ്ടോ, അത് കഴിയുമ്പോൾ നല്ല അടിപൊളി കറി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇച്ചിരി മല്ലിയിലയും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിടിയും കോഴിയും കൂടി എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ പിടിയും കോഴിയുമാണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവരും നമ്മുടെ കറിയും പിടിയും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം, മറക്കരുതേ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫൈനലി കറി തുറക്കുമ്പോൾ. ഓക്കെ.